സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് തുടക്കമായി. എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. അധ്യാപകരുടെയും കുട്ടികളുടെയും 2 ആഴ്ച നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് ആഘോഷപൂർവ്വമായ പ്രവേശനോത്സവം നടന്നത്. രാവിലെ 9 മണിക്ക് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വീകരിച്ചു. തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ചു. ഇതിനുശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. വിദ്യാഭ്യാസം കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറിയെന്നതാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാലത്തിനൊത്ത് സ്വയം നവീകരിക്കാൻ അധ്യാപകർക്കും ഉത്തരവാദിത്തമുണ്ട്. നീതി ആയോഗ് റിപ്പോർട്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം 1ാമതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയ കാലവും പുതിയ ലോകവുമാണ്. അങ്ങനെ പുതിയ കാലത്തെയും ലോകത്തെയും നേരിടാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരായിരിക്കണം. ആ പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കാൻ ഉതകുന്ന വിധത്തിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ നാട് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത്. ഡിജിറ്റൽ അസമത്വം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം ലാപ്ടോപ്പുകളും 70,000 പ്രൊജക്ടറുകളും റോബോട്ടിക് കിറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. AI പരിശീലനം അധ്യാപകർക്ക് നൽകുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ MP-മാർ, MLA-മാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, കൊച്ചി മേയർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.